കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ പേടകം എന്ന പ്രദേശത്ത് താമസിക്കുന്ന 32 വയസ്സുള്ള സ്ത്രീയാണ് രമിത. ഭർത്താവ് നന്ദകുമാർ. ഇവർ വിവാഹിതരായി 8 വർഷമായി. എന്നാൽ ഈ 8 വർഷത്തിനിടയിൽ രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവരും സംസാരിച്ച് ഇവരുടെ ജീവിതം നശിപ്പിച്ചു. സംസാരം എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവസാനം രണ്ടുപേരും വേർപിരിഞ്ഞ് ജീവിക്കാം എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത്. അതാണ് നല്ലത് എന്ന് അവർക്കും തോന്നി. ഇപ്പൊ നമുക്ക് വിവാഹമോചനമൊന്നും വേണ്ട, പക്ഷെ ഒരുമിച്ച് താമസിക്കേണ്ട എന്ന് കരുതി രണ്ടുപേരും വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. ശേഷം നന്ദകുമാർ ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയി. മറുവശത്ത് രമിത, ഞാൻ എന്തിനി വെറുതെ ഇരിക്കണം, അമ്മായിയമ്മയുടെ വീട്ടിലും സ്വന്തം വീട്ടിലും ശകാരം കേട്ടുകൊണ്ടേയിരിക്കണം. ഇനി പണത്തിനാണെങ്കിൽ ഭർത്താവിനോട് മാസാമാസം കൈനീട്ടണം. എന്തിന് നാണം കിടണം, അതെനിക്ക് പറ്റില്ല. അധ്വാനിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. അങ്ങനെ ഒരു കട നടത്താം എന്ന് തീരുമാനിച്ചു. ഒരു ഗ്രോസറി കട സ്റ്റാർട്ട് ചെയ്തു. മെയിൻ റോഡിലെ തന്നെ ഒരു വലിയ കോംപ്ലക്സിൽ ഒരു ചെറിയ കട വാടകയ്ക്കെടുത്ത് അവിടെ തന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ കടയും നന്നായി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. കടയിൽ നിന്നുള്ള പ്രതിമാസ വരുമാനം അവൾക്ക് ജീവിക്കാൻ മതിയായിരുന്നു. അങ്ങനെ ഒരു വീടും വാടകയ്ക്കെടുത്ത് അവൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. രാവിലെ കടയിലേക്ക് പോകും, തിരികെ വീട്ടിലേക്ക്. ഇങ്ങനെ അവളുടെ ജീവിതം നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ രമിതയുടെ ജീവിതം ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ കൂടിയും അവൾ ഒറ്റയ്ക്ക് വളരെ ധീരയായി ജീവിക്കുന്നു. ജീവിതം നന്നായി പോകുന്നു എന്നൊക്കെ നമുക്കുള്ളിൽ ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്നുണ്ടല്ലോ. ചിന്തിക്കുക, ഇത്തരം പോസിറ്റിവിറ്റി വരുമ്പോഴെല്ലാം ആരെങ്കിലും ഒരാൾ അതിനെ നശിപ്പിക്കാനും കാത്തിരിക്കുന്നുണ്ട്. 2025 ഏപ്രിൽ മാസം 6-ാം തീയതി ഈ വർഷം രാവിലെ ഏകദേശം ഒരു 10 മണിക്ക് രമിത എപ്പോഴത്തെയും പോലെ കട തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ചിലർ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അവരെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് മദ്യപിച്ച ഒരു വ്യക്തി ആ കടയ്ക്കുള്ളിലേക്ക് കയറി വരുന്നു. അത് രമിതയ്ക്ക് അറിയാവുന്ന ആളാണോ ഇല്ലയോ എന്ന് പോലും അവിടെ കൂടി നിന്നവർക്ക് മനസ്സിലായില്ല. രമിത തിരിഞ്ഞു നോക്കി അയാളോട് സംസാരിക്കുന്നതിനുള്ളിൽ തന്നെ അകത്തേക്ക് കയറിയ അയാൾ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി തുറന്നു. അതിനുള്ളിൽ വെള്ളം പോലുള്ള എന്തോ ഒന്നുണ്ട്. അയാൾ ആ കുപ്പി തുറന്ന ഉടനെ രമിതയുടെ മുകളിലേക്ക് അത് ഒഴിക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ തന്നെ തീപ്പെട്ടി എടുത്ത് കൊളുത്തി. ഉടനെ തന്നെ രമിതയ്ക്ക് മേൽ തീ ആളിക്കത്താൻ തുടങ്ങി. അവളും രക്ഷിക്കണമേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ചിലർ ഭയത്തിൽ ഓടി രക്ഷപ്പെട്ടു. ചിലരൊക്കെ രക്ഷിക്കാനായി അവിടെ ഉണ്ടായിരുന്ന ചാക്കുകൾ എടുത്ത് അവൾക്ക് മേലെ എറിയാൻ തുടങ്ങി. തീ കെടുത്താൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്നത് എന്താണെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. പക്ഷെ അത് പെട്രോൾ അല്ല. ഇപ്പൊ മദ്യപിച്ചു വന്നയാൾ ഈ സംഭവം നടത്തിയ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. എന്നാൽ അയാൾക്ക് പിന്നാലെ ചില ആളുകൾ ഓടുകയും അയാളെ പിടിച്ച് മർദ്ദിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അടുത്ത സെക്കൻഡ് തന്നെ ആംബുലൻസും അവിടെ വന്നു. പക്ഷെ ആ തീ കെടുത്താൻ തന്നെ ഒരു 10-15 മിനിറ്റോളം എടുത്തു. എത്ര ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് നടന്നില്ല. അത് പെട്രോൾ പോലെ തോന്നിയില്ല, മറ്റെന്തോ ആണ്. രമിതയുടെ ശരീരം 50% കത്തി നശിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങളെല്ലാം കത്തി നശിച്ചു. ആരോ മൂടിക്കൊടുത്ത ഒരു പുതപ്പ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആംബുലൻസ് എത്തി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടുപോയി. ആശുപത്രിയിൽ ഡോക്ടർ അവളെ പരിശോധിച്ചപ്പോൾ ശരീരത്തിലെ സ്തനങ്ങൾ, വയറ്, ജനനേന്ദ്രിയം ഇവയെല്ലാം ഗുരുതരമായ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് അവളെ ആശുപത്രിയിൽ എത്തിച്ചതുപോലും. രമിത എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കുക. സ്വന്തമായി ഒരു കട തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിക്ക് ഇത്ര ക്രൂരമായ ശിക്ഷ എങ്ങനെ നൽകാൻ കഴിയുന്നു എന്ന് പോലും അറിയില്ല. അതെങ്ങനെയാണ് ഇത്തരം സ്ത്രീകളെ മാത്രം അവജ്ഞതയോടുകൂടി കാണാൻ കഴിയുക? ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ബാധിക്കപ്പെടുന്നുവെന്നേ അറിയില്ല. എന്തിന് ഒരു സ്ത്രീ എപ്പോഴും ഭർത്താവിന്റെ കൂടെ മാത്രമേ ആയിരിക്കാൻ പാടുള്ളൂ? അല്ലെങ്കിൽ എപ്പോഴും പുരുഷൻ കൂടെ ഉണ്ടാകണമോ? എങ്കിൽ മാത്രമേ അവൾ സുരക്ഷിതരായി ഇരിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ രമിതയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയണ്ടേ? തുടക്കത്തിൽ രമിതയെ കൊണ്ടുപോയ സർക്കാർ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ മാത്രമേ നൽകാൻ കഴിയൂ. പക്ഷെ അവൾക്ക് വളരെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടി പ്രത്യേകം നിരവധി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒരു പക്ഷെ അവിടെ കൊണ്ടുപോയാൽ അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഉടൻ തന്നെ രമിത മാംഗ്ലൂരിലുള്ള AJ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടെ തീവ്ര പരിചരണം നടക്കുകയാണ്. ഒരാഴ്ച ആശുപത്രിയിൽ കഴിയുന്നു. അപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. ഡോക്ടേഴ്സ് തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പോലീസിന് ഇപ്പോൾ ഈ ഒരു കേസിന്റെ ഗൗരവം മനസ്സിലായി തുടങ്ങി. ഒരു വശത്ത് ഒരാൾ മദ്യപിച്ചു കൊണ്ടുവന്ന് തീ കൊളുത്തി. ആരാണ് അയാൾ? അയാളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. മറുവശത്ത് പെൺകുട്ടി മരിക്കാൻ കിടക്കുകയാണ്. അവൾ മരിക്കുന്നതിനുള്ളിൽ എങ്ങനെയെങ്കിലും അവസാനത്തെ അവളുടെ മൊഴി ഒന്ന് വാങ്ങണം. ഒരു മരണമൊഴി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കേസ് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
തുടക്കത്തിൽ അറ്റംപ്റ്റ് ടു മർഡർ എന്നാണ് കേസ് ഫയൽ ചെയ്തത്. കാരണം പെൺകുട്ടി ഇപ്പോഴും മരിച്ചിട്ടില്ല, ഗുരുതരാവസ്ഥയിലാണ്. മറുവശത്ത് അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൻ്റെ പേര് രാമാമൃതം എന്നായിരുന്നു. ഈ രാമാമൃതത്തിന് 57 വയസ്സുണ്ട്. 57 വയസ്സുള്ള ഒരാൾ എന്തിനാണ് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തത്? പോലീസിന് യാതൊരു ഐഡിയ ലഭിച്ചില്ല. അയാൾ തമിഴ്നാട്ടിലുള്ളയാളാണ്. എന്തിനാണ് തമിഴ്നാട്ടിൽ നിന്നും കാസർഗോഡിലേക്ക് വന്നത്? അയാൾ എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ അന്വേഷിക്കുമ്പോഴാണ് അയാൾ ഒരു ഫർണിച്ചർ കടയാണ് നടത്തുന്നത്. ഇനി ആ ഫർണിച്ചർ കടയുടെ വിലാസം പരിശോധിക്കുമ്പോൾ രമിതയുടെ കടയുടെ തൊട്ടടുത്തായിരുന്നു അയാളുടെ കട ഉണ്ടായിരുന്നത്. അതായത് രമിതയുടെ കടയും ഇയാളുടെ കടയും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ ഇവർക്കിടയിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നിരിക്കുമോ? പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണോ പെൺകുട്ടിയെ തീ കൊളുത്തിയത്? ഇതുപോലെ നിരവധി ചോദ്യം എല്ലാവർക്കുള്ളിലും വരാൻ തുടങ്ങി. അപ്പോഴാണ് പോലീസിന് പുതിയൊരു വിവരം ലഭിച്ചത്. ഇയാളുടെ ഫർണിച്ചർ കട ചെന്ന് പരിശോധിച്ചപ്പോൾ അത് ഇതിനകം തന്നെ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ പേടക പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഈ ഫർണിച്ചർ കടയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ചെറിയ ഇൻഫർമേഷൻസ് പോലീസിന് അവിടെ നിന്ന് ലഭിച്ചു. കൃത്യം 2 ആഴ്ചയ്ക്ക് മുൻപ് രമിത പേടകം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് തൊട്ടടുത്തുള്ള കടയുടമ തന്നെ സെക്ഷുവൽ ടോർച്ചർ ചെയ്യുന്നു എന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. എപ്പോഴും മദ്യപിച്ചു കൊണ്ടുവരും, അയാൾ എന്നോട് മോശമായി സംസാരിക്കുകയും തൊടുകയും ഒക്കെ ചെയ്യും. ആദ്യം അയാൾക്ക് 57 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അയാളുടെ നോട്ടവും സംസാരവും എല്ലാം തെറ്റ് തന്നെയായിരുന്നു. കട നടത്താൻ അനുവദിക്കുന്നേയില്ല. കടയ്ക്കുള്ളിൽ ആരെങ്കിലും സാധനം വാങ്ങാൻ വന്നാൽ പോലും ഇയാൾ മദ്യപിച്ചു കൊണ്ടുവന്ന് എല്ലാവരെയും അവിടെ നിന്ന് വിരട്ടി ഓടിക്കും. ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഈ പരാതി ലഭിച്ച ഉടനെ അവിടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ഫർണിച്ചർ കടയിൽ ചെന്ന് അയാൾക്കൊരു മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് നൽകിയ ശേഷവും അയാൾ മാറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കട സീൽ വെച്ചത് എന്ന് ആ പ്രദേശത്തുള്ള പോലീസ് ഓഫീസർ പറഞ്ഞു. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായി. യാതൊരു ആവശ്യമില്ലാതെ രാമാമൃതം എന്നയാൾ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി. ഇതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായത്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിനിടയിൽ AG ആശുപത്രിയിൽ നിന്നും ഒരു വിവരം പോലീസിന് ലഭിച്ചു. നിങ്ങൾക്കിപ്പോൾ പെൺകുട്ടിയോട് സംസാരിക്കാം, അവൾക്ക് സംസാരിക്കാൻ കഴിയും എന്നുണ്ടെങ്കിലും ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. ഉടൻ തന്നെ ഒരു പ്രത്യേക ടീം AG ആശുപത്രിയിലേക്ക് ചെന്നു. ആ പെൺകുട്ടിയുടെ അവസാന മൊഴിയെടുക്കാൻ തുടങ്ങി. എല്ലാം വീഡിയോ ആയി പകർത്തി. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് വല്ലാത്ത വേദനയുണ്ടെന്നും നീതി വേണമെന്നും ആവശ്യപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? ഇവിടെ അവൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും അവളിലൂടെ തന്നെ പോലീസിന് മനസ്സിലായി. ഈ രാമാമൃതം എന്നയാൾ കഴിഞ്ഞ 25 വർഷമായി കേരളത്തിൽ താമസിക്കുകയാണ്. തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ കഴിഞ്ഞ 25 വർഷമായി കാസർഗോഡിൽ തന്നെ തനിക്ക് ലഭിക്കുന്ന എല്ലാ ചെറിയ ജോലികളും ചെയ്ത് ജീവിക്കുന്നു. അവസാനം ഒരു 6 മാസത്തിന് മുൻപ് കട വാടകയ്ക്കെടുത്ത് ഫർണിച്ചർ ഷോപ്പ് നടത്തി. അത് നന്നായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് നല്ല മദ്യപാന ശീലമുണ്ടായിരുന്നു. എല്ലാ ദിവസവും മദ്യപിക്കാൻ തുടങ്ങി. കട അടച്ചതിന് ശേഷം മദ്യപിക്കാൻ തുടങ്ങി. കട തുറക്കുന്നതിന് മുൻപ് തന്നെ മദ്യപിക്കാൻ തുടങ്ങി. കട നടത്തുന്നതിനിടയിൽ തന്നെ മദ്യപിക്കാനും തുടങ്ങി. മദ്യപിച്ച് തന്നെ കസ്റ്റമേഴ്സിനെ എല്ലാം അയാൾ നഷ്ടപ്പെടുത്താൻ തുടങ്ങി. പിന്നെ വലിയ കച്ചവടമൊന്നും അവിടെ ഉണ്ടായില്ല. അപ്പോഴാണ് തൊട്ടടുത്തുള്ള കടയിൽ എപ്പോഴും തിരക്കുള്ളത് അയാൾ ശ്രദ്ധിച്ചത്. അയാൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ രമിത എന്ന സ്ത്രീയെ കണ്ടു. 32 വയസ്സുള്ള രമിത കാണാനും സുന്ദരിയായിരുന്നു. തനിക്ക് യാതൊരു കുടുംബവുമില്ല, ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ പിന്നെ രമിതയെ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി. അയാൾ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് ഒരുപാട് താല്പര്യം തോന്നി. കാരണം രമിത ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഭർത്താവുമായി വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. എല്ലാ വിവരങ്ങളും അയാൾക്ക് മനസ്സിലായി. തുടക്കത്തിൽ അയാൾ രമിതയുടെ അടുത്ത് ചെന്ന് സാധാരണ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള കടയുടമയല്ലേ, 57 വയസ്സായില്ലേ, അച്ഛൻ്റെ പ്രായമല്ലേ എന്നൊക്കെ കരുതി രമിതയും തിരികെ സംസാരിക്കാൻ തുടങ്ങി. രണ്ടുപേരും ചെറിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ രമിതയ്ക്ക് അവൻ്റെ ഉദ്ദേശമൊന്നും മനസ്സിലായില്ല. പിന്നീട് ഇടയ്ക്കിടെ അടുത്തേക്ക് വരികയും മോശമായി തൊടാനും തുടങ്ങി. ഒരു ദിവസം രമിത ഒറ്റയ്ക്ക് കടയിലിരിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ തെറ്റായി തൊടുകയും അവളെ റേപ്പ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തും അയാൾ നന്നായി മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് രമിത അയാളെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ അവിടം വിട്ടു. എന്നാൽ അതിനു മുൻപ് അയാളെ ഒരുപാട് ശകാരിച്ചു. ഇനി തൻ്റെ കടയിൽ കയറിപ്പോകരുത് എന്ന് മുന്നറിയിപ്പും കൊടുത്തു. പക്ഷെ അയാൾ അത് കേട്ടില്ല. തിരികെ വന്ന് രമിതയോട് വീണ്ടും തെറ്റായി പെരുമാറാൻ തുടങ്ങി. സെക്ഷൽ ടോർച്ചർ നൽകിക്കൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ രമിതയ്ക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. സ്വന്തം ജീവിതം പോറ്റാനായി ഒരു കട തുടങ്ങി. പക്ഷെ അതിന് പോലും അനുവദിക്കുന്നില്ലല്ലോ. അങ്ങനെ അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ആദ്യമായി ഒരു പരാതി നൽകി. തൊട്ടടുത്തുള്ള കടയുടമ മദ്യപിച്ചു കൊണ്ടുവന്ന് തന്നോട് മോശമായി പെരുമാറുന്നു, തന്നെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നില്ല, സെക്ഷൽ ടോർച്ചർ ചെയ്യുന്നു, ദയവ് ചെയ്ത് നടപടിയെടുക്കണം എന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അതിനുശേഷം സ്റ്റേഷനിലെ ചിലർ കടയിലേക്ക് വന്ന് അയാൾക്കൊരു മുന്നറിയിപ്പ് നൽകി.
57 വയസ്സായതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടുകയാണ്. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ സ്റ്റേഷനിലെ കമ്പി എണ്ണേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആ സമയത്ത് പോലും അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് പോയതിനു ശേഷം അടുത്തൊരു 4 ദിവസത്തിനുള്ളിൽ വീണ്ടും അവന്റെ ജോലികൾ കാണിക്കാൻ തുടങ്ങി. മദ്യപിച്ച് കടയിൽ വന്ന് അനാവശ്യമായി രമിതയുടെ ശരീരത്തെ സ്പർശിക്കുകയും അവളെ ടോർച്ചർ ചെയ്യാനും തുടങ്ങി. രമിതയ്ക്ക് ഇപ്പോൾ ഇതൊന്നും അംഗീകരിക്കാനേ സാധിച്ചില്ല. ഇനി ഇങ്ങനെ ഇരുന്നിട്ട് പ്രയോജനമില്ല. ഫോർമലായി തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം, FIR ഫയൽ ചെയ്യണം. അങ്ങനെ പോലീസുകാരുടെ എല്ലാ കാര്യങ്ങളും വീണ്ടും പറഞ്ഞു. നടപടി എടുക്കുന്നതുവരെയും ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ വിട്ട് പോകില്ല എന്നവൾ പറഞ്ഞു. പിന്നീട് ചില പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഈ രാമാമൃതത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. തുടർന്ന് അയാളുടെ കടയും പൂട്ടി സീൽ ചെയ്തു. ഇനി നിനക്കിവിടെ കട നടത്താൻ സാധിക്കില്ല എന്നും പറഞ്ഞു. ഒരു 2-3 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അയാൾ തിരികെ ഇറങ്ങി. അപ്പോഴാണ് അയാൾക്ക് വല്ലാത്ത ദേഷ്യം വരാൻ തുടങ്ങിയത്, ഒരു പ്രതികാര മനോഭാവം വരാൻ തുടങ്ങിയത്. എനിക്കെതിരെ തന്നെ നീ പരാതി നൽകിയല്ലേ, നീയും ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഞാനും ഒറ്റയ്ക്ക് ജീവിക്കുന്നു, നീയുമായൊരു ബന്ധം പുലർത്താമെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ നീ എനിക്കെതിരെ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തു അല്ലേ. എൻ്റെ ജോലി മുഴുവനായും അവസാനിപ്പിച്ചിട്ട് നീ മാത്രം അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട, സമ്പാദിക്കേണ്ട എന്ന് അയാൾ കരുതി. വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. എന്നിട്ട് ഫർണിച്ചർ കടയിൽ ഉപയോഗിക്കുന്ന ഒരു ടിൻ ക്യാൻ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ വാതിലുകൾക്കൊക്കെ തിളക്കമേകാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഈ ടിൻ. ഇത് ഫ്ലെയിമബിൾ ആണ്, കത്തുന്ന സ്വഭാവമുള്ളതാണ്. ഒരു കുപ്പി നിറയെ ഈ ടിൻ ഒഴിച്ചു. എന്നിട്ട് രമിതയുടെ കടയിൽ നല്ല വ്യാപാരം നടക്കുന്ന സമയത്ത് എല്ലാവരെയും തള്ളി മാറ്റി അയാൾ കടയ്ക്കുള്ളിലേക്ക് കയറി. രമിതയ്ക്ക് നേരെ ഈ ടിൻ ഒഴിച്ചു. എന്നിട്ട് തീ കൊളുത്തുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇപ്പോഴാണ് പോലീസിന് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലായത്. അടുത്ത പോലീസിന് രാമാമൃതത്തിന്റെ മൊഴിയെടുക്കണം. ഇനിയിപ്പോൾ സത്യമെല്ലാം മനസ്സിലായല്ലോ. 57 വയസ്സാണെങ്കിൽ എന്താ, 67 വയസ്സാണെങ്കിൽ എന്താ, അവനെ അവരുടേതായ ശൈലിയിൽ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവനും കാര്യം പറഞ്ഞു. ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, സാർ, മദ്യപിച്ചിട്ട് എന്ത് ചെയ്തു എന്നെനിക്കറിയില്ല. മദ്യപാനം എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. രമിതയെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാനത് അവളോട് പ്രകടിപ്പിച്ചു. പക്ഷെ അവൾ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ആദ്യമൊക്കെ അവളെ ഒന്നും ചെയ്യണ്ട എന്നാണ് ഞാനും ചിന്തിച്ചത്. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നേ എനിക്കറിയില്ല. ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഇങ്ങനെ ചെയ്തതാണ് എന്ന് പോലീസിനോട് വളരെ നിസ്സാരമായി അതങ്ങ് പറഞ്ഞു. രണ്ടുപേരുടെ ജീവിതവും ഏത് ദിശയിലാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സ്ത്രീ, ഏകദേശം വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു സ്ത്രീ, ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. മറ്റാരോടും കൈനീട്ടരുത് എന്നതിനു വേണ്ടി സ്വന്തമായി സമ്പാദിക്കാനായി ഒരു കട നടത്തി. ആര് തന്നോട് എങ്ങനെയൊക്കെ തെറ്റായി സംസാരിച്ചാലും പെരുമാറിയാലും ബന്ധുക്കൾക്കിടയിലും കുടുംബത്തിനിടയിലും തനിക്ക് യാതൊരു വിലയുമില്ലെങ്കിലും തന്നെ എത്ര തന്നെ തരം താഴ്ത്തി സംസാരിച്ചാലും ഇവർക്ക് മുൻപിൽ എല്ലാം തല നിവർത്തി നിൽക്കണം എന്ന് ചിന്തിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചൊരു പെൺകുട്ടി. മറുവശത്ത് മറ്റൊരാൾ മദ്യപിച്ച് സ്വന്തം ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തി. ഒരു പെൺകുട്ടി കാണാൻ കൊള്ളാം, അവൾ നന്നായി സമ്പാദിക്കുന്നുണ്ട്, അവളോട് അടുക്കാൻ ശ്രമിച്ചു. എന്നിട്ട് യാതൊരു തെറ്റും ചെയ്യാത്തൊരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിച്ചു. ഇവർക്കൊക്കെ സ്ത്രീകളുടെ ജീവിതം മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? മനസ്സിലാകുന്നേ ഇല്ല. ആ സ്ത്രീ എന്തിനാണ് ജോലി ചെയ്തത്? അവൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ജീവിക്കുന്നുവെന്നുണ്ടെങ്കിൽ അവൾ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും? അവൾ ഈ ലോകത്തിന് മുന്നിൽ തന്നെ പ്രൂവ് ചെയ്യാനല്ലേ കാണിക്കുന്നത്. ഇതൊന്നും എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകാത്തത്? സ്വന്തം വീട്ടിലൊരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്തുണയ്ക്കാൻ അറിയാം. പക്ഷേ പുറത്ത് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടി സ്ത്രീ ചെയ്താൽ അവരെ തെറ്റായി സംസാരിക്കണം, തൊടണം, ഇതൊക്കെ മാത്രമേ തോന്നുകയുള്ളൂ. ഇതിൽ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ രമിത എന്ന സ്ത്രീ ഈ സംഭവം നടന്ന അടുത്ത 6ാമത്തെ ദിവസം 6 ദിവസത്തോളം അവൾ ആശുപത്രിയിൽ വേദനകൾ അനുഭവിച്ച് കിടന്നു. ശരീരത്തിൻ്റെ ഭൂരിഭാഗവും കത്തി നശിച്ചിട്ടുണ്ട്. എത്രയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല. 6 ദിവസം പോരാടിയ ശേഷം അവൾ മരിച്ചു. കൊലപാതക ശ്രമ കേസ് അവസാനം കൊലപാതക കേസാക്കി മാറ്റി. രാമാമൃതം എന്നയാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അടുത്ത കോടതിയിലേക്ക് അയാളെ കൊണ്ടുപോകും, പിന്നെ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കും. എന്തായാലും അയാൾ ചെയ്ത തെറ്റിന് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്ന് എനിക്കൊട്ടും തോന്നുന്നില്ല. എന്തായാലും തൂക്കിലേറ്റനൊന്നും പോകുന്നില്ലല്ലോ, ജയിലിൽ കിടക്കും. ജയിലിലാണെങ്കിൽ 3-4 നേരം ഭക്ഷണം കിട്ടുകയും ചെയ്യും. നന്നായി തിന്നു കൊഴുത്ത് അവിടെ തന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കും. 57 വയസ്സായല്ലോ. വൃദ്ധസദനത്തിലായിരിക്കുന്നത് പോലെ അയാൾ ജയിലിൽ സുഖമായി തന്നെ ജീവിക്കും, അത്രമാത്രം. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയാണ് പലരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരേ ഒരു കാര്യം മാത്രം ചോദിക്കാം. ഈ രാമാമൃതം എന്നയാളെ എന്ത് ചെയ്യാം? എന്ത് ശിക്ഷ അയാൾക്ക് ലഭിച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും? ആ സ്ത്രീക്ക് ഒരു നീതി ലഭിക്കും. ഒരു സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി അങ്ങനെ ഒരു ചിന്തയെ വരാൻ പാടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം? ഇനി ഒരു സ്ത്രീയോടും ഒരാളും ഇങ്ങനെ തെറ്റായി പെരുമാറാൻ പാടില്ല. അത്തരമൊരു ശിക്ഷ വേണം നൽകാൻ.
അങ്ങനെയാണെങ്കിൽ എന്ത് ശിക്ഷ നൽകണമെന്ന് നിങ്ങൾ തന്നെ കമന്റിൽ പറയുക. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എവിടെ എന്ത് തെറ്റ് സംഭവിച്ചാലും, ബലാത്സംഗം നടന്നാലും, അതിലൊരു കുഞ്ഞിരയായാലും സ്ത്രീ ഇരയായാലും കുട്ടി ഇരയായാലും, തെറ്റ് ചെയ്തവൻ പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്: ഞാൻ അറിയാതെ ചെയ്തു, ഞാൻ മദ്യപിച്ചു, മദ്യലഹരിയിൽ ഞാൻ എന്നെ തന്നെ മറന്നു ചെയ്തതാണ്, ഞാൻ നിരപരാധിയാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ആവർത്തിച്ച് പല കേസുകളിലും കേൾക്കുന്നത്. ഇങ്ങനെ എല്ലാവരും മദ്യപാനം മയക്കുമരുന്നൊക്കെയാണ് ഒരു കാരണമായി തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വരുന്നൊരു ചോദ്യം, ഈ മദ്യപിക്കുന്നവരൊക്കെ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ സ്വന്തം വീട്ടുകാരോട് ഇങ്ങനെ ചെയ്യുമോ? മക്കളുണ്ടെങ്കിൽ അവരോട് ചെയ്യുമോ? വേണ്ട. ഇനി മദ്യപിച്ചു കൊണ്ടുവരുന്നവർ സ്വന്തം വിസർജ്യം എടുത്ത് അവർ തന്നെ കഴിക്കുമോ? പറ്റില്ലല്ലോ. അപ്പോഴൊക്കെ ബോധമുണ്ടല്ലോ അവർക്ക്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്ത് ചെയ്യണം ചെയ്യരുത്, ഇതൊക്കെ ആ സമയത്ത് മാത്രം നല്ല ബോധമുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ, ഒരു സ്ത്രീയെ കാണുമ്പോൾ മാത്രമാണോ, അതും പുറത്തുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നത്? ആ സമയത്ത് മാത്രമാണോ മദ്യം തലയ്ക്ക് കയറുന്നത്? ഈ തെറ്റ് ചെയ്യുന്ന എല്ലാവരും പുറം ലോകത്തോട് ഞാൻ എന്തോ നല്ല സ്വഭാവമുള്ളവനാണ്, മദ്യപിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ എനിക്ക് തെറ്റായ സ്വഭാവം ഒന്നും തന്നെ ഇല്ല, ഞാൻ നല്ലവനാണ്, ഇങ്ങനെ ചെയ്ത തെറ്റിനെ മറച്ചു വെച്ച് അവൻ്റെ സ്വഭാവത്തെ തന്നെ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സത്യത്തിൽ ഇനി അവൻ മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ കൂടിയും ആ തെറ്റവിടെ സംഭവിക്കുമായിരുന്നു. കാരണം അവൻ്റെ സ്വഭാവം അത് തന്നെയാണ്. എത്ര തന്നെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ളവർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്കിയോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.